പ്രിയമുള്ളവരെ, ചന്ദനപ്പള്ളി വലിയ പള്ളിയിലെ പെരുന്നാൾ ആഘോഷങ്ങളിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന രണ്ടാം ദിവസം മെയ് 8-ാം തീയതി 4 മണിക്ക് വലിയ പള്ളി അങ്കണത്തിൽ നിന്നും ആരംഭിച്ച ചെമ്പെടുപ്പ് റാസയുടെ മുൻഭാഗ ദൃശ്യങ്ങൾ ആദ്യം നാം ഒന്ന് കാണുകയാണ്. ചെമ്പെടുപ്പ് റാസ ദേവാലയ അങ്കണത്തിൽ നിന്നും ചന്ദനപ്പള്ളിയിലേക്ക് പുറപ്പെടുകയാണ്. സ്വർണ്ണ വർണ്ണ മനോഹരമായ കുരിശുകൾ ഏന്തിക്കൊണ്ട്, സ്വർണ്ണ കുരിശുകളും വെള്ളിക്കുരിശുകളും ഏന്തിക്കൊണ്ട്, അതിമനോഹരങ്ങളായ മുത്തുക്കുടകൾ ഏന്തിക്കൊണ്ട് വിശ്വാസികൾ ഈ ചെമ്പെടുപ്പ് റാസയിൽ പങ്കെടുക്കുകയാണ്. റാസയിൽ പങ്കെടുക്കുന്നവർക്കും വഴിയോരത്ത് ഇരുവശങ്ങളിലുമായി നിൽക്കുന്നവർക്കുമുള്ള ആവശ്യമായ നിർദ്ദേശ ഉപദേശങ്ങൾ നൽകുന്നതിനായി പ്രത്യേകമായ വാഹന സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട്. ചെമ്പെടുപ്പ് റാസ ചന്ദനപ്പള്ളി അങ്കണത്തിൽ നിന്നും പതുക്കെ ഇറങ്ങി ചന്ദനപ്പള്ളി ജംഗ്ഷനിൽ എത്തിച്ചേരും. അവിടെ ഭക്തിനിർഭരമായ സ്വീകരണം റാസയ്ക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്വീകരണ ചടങ്ങിലാണ് സിനിമാ താരം അശോകൻ 2 വാക്ക് സംസാരിക്കുന്നത്. ചന്ദനപ്പള്ളിയുടെ പെരുമയുമായി നിൽക്കുന്ന ചന്ദനപ്പള്ളി കവലയിലേക്ക് ചെമ്പെടുപ്പ് റാസ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണുകയാണ്. ഇന്നലെ ഈ സമയത്തൊക്കെ മഴയായിരുന്നു. കേരളത്തിലുടനീളം ഇന്നലെ ഉച്ച കഴിഞ്ഞ നേരം ഏതാണ്ട് സന്ധ്യ വരെ കനത്ത മഴ പെയ്യുകയുണ്ടായി. കൊടും ചൂടിൽ ഏറെ ആശ്വാസമായി മഴ പെയ്തിറങ്ങുമ്പോൾ അതിൽ നമുക്ക് അസ്വസ്ഥരാവാനും അലോസരപ്പെടാനും പാടില്ലല്ലോ. പക്ഷെ ഇന്നെല്ലാവരും ആഗ്രഹിച്ചു, ചന്ദനപ്പള്ളി വലിയ പള്ളിയിലെ ചെമ്പെടുപ്പ് റാസ നടക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവേ, ഏറ്റവും അനുകൂലമായ ഒരു കാലാവസ്ഥ തന്നെ ഞങ്ങൾക്കായി സംജാതമാക്കി തരയണമേ എന്ന് വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥതയിലൂടെ സർവ്വജനങ്ങളും ഉടയ തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ പ്രാർത്ഥന ദൈവം തമ്പുരാൻ കേൾക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഇവിടെ മാനം മ്ലാനമാകാതെ നിൽക്കുന്നു എന്നുള്ളത്. വാദ്യമേളങ്ങളുടെ പശ്ചാത്തലത്തിൽ ആത്മീയമായ ഉണർവ് നൽകുന്ന പ്രാർത്ഥനാ ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് അതിമനോഹരങ്ങളായ അലുക്കിട്ട കുടകൾ അഥവാ മുത്തുക്കുടകൾ ഏന്തിക്കൊണ്ട് വെള്ളി നിറത്തിലും സ്വർണ്ണ നിറത്തിലുമുള്ള കുരിശുകൾ ഏന്തിക്കൊണ്ട് നിരവധി പേർ ഈ ചെമ്പെടുപ്പ് റാസയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ചെമ്പെടുപ്പ് റാസ ഇപ്പോൾ ചന്ദനപ്പള്ളി ജംഗ്ഷനെ ലക്ഷ്യമാക്കി നീങ്ങുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അല്പം മുമ്പ്, ഏതാനും മിനിറ്റുകൾക്ക് മുൻപാണ് ഈ ചെമ്പെടുപ്പ് റാസ ചന്ദനപ്പള്ളിയിലേക്ക് നീങ്ങിയത്. ഏതാനും മിനിറ്റ് മുമ്പ് നടന്ന ആ ചന്ദനപ്പള്ളി ജംഗ്ഷനിലേക്കുള്ള ചെമ്പെടുപ്പ് റാസയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. www.asianetindia.com ACV ഉത്സവ ചാനലിലും ACV ന്യൂസ് ചാനലിലും ഈ തത്സമയ സംപ്രേഷണം നമ്മൾ കാണുകയാണ്. ഭക്തിയുടെ മലരുകൾ സർവ്വജനതയ്ക്കും സമ്മാനിച്ചുകൊണ്ട് ചെമ്പെടുപ്പ് റാസ ഊഷ്മളമായ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിനായി ഇത്തരം അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ ആവർത്തിച്ച് യഥാകാലം ചെയ്യുന്നതിനായി സർവ്വജനങ്ങളുടെയും പൂർണ്ണമായ പിന്തുണ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്ന തരത്തിലുള്ള ഒരു സ്വീകരണ ചടങ്ങാണ് ഇപ്പോൾ ചന്ദനപ്പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചന്ദനപ്പള്ളിയിലേക്ക് ചെമ്പെടുപ്പ് റാസ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. ഞാൻ സൂചിപ്പിച്ചു, അല്പ മിനിറ്റുകൾക്ക് മുൻപ് നടന്ന ദൃശ്യങ്ങളാണ്. അത് ചിത്രീകരിച്ച് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി ACVയിലൂടെ ഞങ്ങൾ സമ്മാനിക്കുകയാണ്. ഈ ചെമ്പെടുപ്പ് റാസയുടെ ദൃശ്യത്തിൽ നിന്ന് നമ്മൾ ചെമ്പിൻ മൂടിന്റെ ദൃശ്യങ്ങളിലേക്ക് മടങ്ങും. ചെമ്പിൻ മൂട്ടിൽ വലിയ ചെമ്പുകളിൽ ഇപ്പോഴും
നേർച്ച അരി വിശ്വാസികൾ സമർപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കൊച്ചുകുട്ടികൾ ആ ചെമ്പിൽ ആ അരിയുടെ നേർച്ചയിൽ പൂർണ്ണമായും ഭാഗവാക്കുകളാകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ ഈ ഒരു ദൃശ്യ വിരുന്നിനെ തുടർന്ന് നമുക്ക് SCVയിൽ കാണാൻ സാധിക്കുകയാണ്. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളാഘോഷങ്ങൾ നടക്കുന്ന ചന്ദനപ്പള്ളിയിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന നേർച്ച അരിനേർച്ചയാണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ആധാരമാണ് അരി എന്ന് പറയുന്നത്. നമ്മൾ ആദ്യാക്ഷരം കുറിക്കുന്നതും അരിയിലാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ജീവനും ജീവചൈതന്യവുമായി നിൽക്കുന്ന അരിയാണ് ഇവിടുത്തെ നേർച്ച എന്ന് പറയുമ്പോൾ ഈ ദേവാലയത്തിലെ ചടങ്ങുകൾ സാമൂഹിക ജീവിത നന്മയുമായി എത്രത്തോളം ഇഴുകിച്ചേർന്ന് കിടക്കുന്നു എന്ന് പ്രത്യേകം പറയാതെ തന്നെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. ധാരാളം യുവജനങ്ങൾ ഈ ചെമ്പെടുപ്പ് റാസയുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് വരുന്നത് നമ്മൾ കാണുന്നു. ആ യുവജനങ്ങളാണ് അത്യുത്സാഹത്തോടുകൂടി ആ ചെമ്പുകൾ തോളിലേറ്റി തണ്ടുകളിൽ തോളിലേറ്റി കൊണ്ടുവരേണ്ടത്. ചെമ്പെടുപ്പ് റാസയിൽ ഇപ്പോൾ സഹോദരിമാരുടെ ശിങ്കാരിമേളത്തിന്റെ ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് ഇന്നത്തെ മധ്യാഹ്നവും തമ്മിലുള്ള ആ വലിയ വ്യത്യാസമാണ്. ഇതുവരെയും ആകാശമേലാപ്പിന് കാർമേഘ പാളികളാൽ മൂടപ്പെട്ട ഒരവസ്ഥ സംഭവിച്ചിട്ടില്ല. ആവശ്യമായ പ്രകാശം പ്രകൃതി ഈ മനോഹരമായ ചടങ്ങിന് ഇപ്പോഴും സമ്മാനിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ മഹത്തായ പാഠങ്ങളാണ് പ്രിയ സജ്ജനങ്ങളെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നന്മയെ ശരിയെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ജഗത്തിന് മുഴുവൻ സർവ്വവിധമായ ഐശ്വര്യവും ഉണ്ടാകണമെന്ന ഏക ആഗ്രഹത്തോടുകൂടി ഏതൊരു ചടങ്ങിൽ നമ്മൾ വ്യാപൃതരാകുന്നുവോ ആ ചടങ്ങിന് പ്രകൃതി പ്രത്യേകമായ യാതൊരു അലോസരങ്ങളും ഉണ്ടാക്കുക ഇല്ല എന്നുള്ളതാണ് വാസ്തവം. സഹോദരിമാർ അവതരിപ്പിച്ച ശിങ്കാരിമേളത്തിനെ തുടർന്ന് ബാൻഡ് സെറ്റ് അതിമനോഹരമായ മേള കൊഴുപ്പ് അവതരിപ്പിക്കുന്നു. അതിന് തൊട്ടു പിറകിലായി ചെണ്ടമേളമുണ്ട്. എല്ലാവരും വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ തങ്ങൾക്ക് ഇഷ്ട ജീവിതം ലഭിക്കണമേ എന്ന് ആത്മാർത്ഥമായി അർത്ഥിച്ചുകൊണ്ട് കൂടിയാണ് ഈ റാസയിൽ പങ്കെടുക്കുന്നത്. ആ ചെമ്പെടുപ്പ് റാസ ചന്ദനപ്പള്ളി ജംഗ്ഷനെ ലക്ഷ്യമാക്കി 4 മണിക്ക് ദേവാലയ സന്നിധിയിൽ നിന്നും പുറപ്പെട്ട് ചന്ദനപ്പള്ളി ജംഗ്ഷനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ, ചിത്രീകരിച്ച ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണുകയാണ്. ഈ കാണുന്ന ദൃശ്യങ്ങൾ സംഭവിച്ചിട്ട് ഏതാണ്ട് 15 മിനിറ്റുകൾ കഴിഞ്ഞിരിക്കുന്നു. 15 മിനിറ്റിന് മുൻപ് നടന്ന ദൃശ്യങ്ങളാണ് ഞങ്ങൾ സാങ്കേതികമായ നിരവധി പരിമിതികൾ നിലനിൽക്കുന്നതിനാൽ നിങ്ങൾക്കായി ചിത്രീകരിച്ച് സമ്മാനിക്കുന്നത്. ഏതായാലും സ്വന്തം ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ചന്ദനപ്പള്ളി വലിയ പള്ളിയിലെ മനോഹരമായ ചടങ്ങുകളുടെ ദൃശ്യങ്ങൾ ഒട്ടും അമാന്തിക്കാതെ ഒട്ടും താമസിക്കാതെ കാണാൻ സാധിക്കുന്നത് ദൈവനാമത്തിൽ മഹാഭാഗ്യമായി നാം തിരിച്ചറിയേണ്ടതുണ്ട്. റാസ ചന്ദനപ്പള്ളിയിലേക്ക് നീങ്ങുന്ന വഴിയിലെ ആ കൽക്കുരിശും അതുപോലെ തന്നെ കുതിരപ്പുരയും നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മൾ ചെമ്പ് മൂടിലേക്ക് എത്തുകയാണ്. അരി നേർച്ച അത് അനുസ്യൂതം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1 മണി അരി തൻ്റെതായി ഈ തിരുദേവാലയത്തിലെ നേർച്ചയുടെ ഭാഗമായി ഇവിടെ സമർപ്പിക്കുമ്പോൾ അത് ശതകോടിക്കണക്കിന് ഐശ്വര്യമായി തന്നിലേക്ക് തന്നെ നിറയുകയാണ് എന്ന് ഈ വിശ്വാസികൾ തിരിച്ചറിയുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് അരി സമർപ്പിക്കുകയാണ്. മക്കളെ, നിങ്ങൾ ഈ അരി സമർപ്പിക്കുമ്പോൾ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് വന്ന മഹാഭാഗ്യത്തെ ഈ അമ്മ തിരിച്ചറിയുന്നു. എൻ്റെ പൊന്നുമകൾ ഈ അരി സമർപ്പിച്ചാട്ടെ എന്ന് പ്രാർത്ഥനയോടെ അവൾക്ക് നിർദ്ദേശം നൽകി ആ അരി മകളെ കൊണ്ട് സമർപ്പിച്ച് അതിൽ നിന്നും 1 മണി അരി മകൾക്ക് നാവിലേക്ക് നൽകി കൃതാർത്ഥയായി ഒരമ്മ മടങ്ങുന്ന ദൃശ്യം നമ്മൾ കാണുന്നു. അതാ ചെമ്പിനകത്തേക്ക് കുഞ്ഞിനെ നിർത്തിക്കൊണ്ട് കുഞ്ഞിൻ്റെ ദേഹത്തുകൂടി അരി നേർച്ചയായി സമ്മാനിക്കുകയാണ്. കുഞ്ഞിനെ കൊണ്ട് അരി വാരിച്ച് സമർപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സർവസ്വമാണ്.
അവരെ ഉറ്റുനോക്കിയല്ലേ ഓരോ നിമിഷവും നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ ഇത്തരം ചടങ്ങുകൾ പങ്കെടുപ്പിക്കുക എന്ന് പറയുമ്പോൾ കുടുംബത്തിൻ്റെ സുഖകരമായ ഭാവിയുടെ ആധാരം നമ്മൾ ഉറപ്പിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. ആ ചെമ്പിലേക്ക് ഓരോ ഭവനത്തിൽ നിന്നും തങ്ങളാ കൊച്ചു കുഞ്ഞിനെ, പെൺകുഞ്ഞിനെ ആ ചെമ്പിലേക്ക് ഇരുത്തിക്കൊണ്ട് അവളെ അരി കൊണ്ട് അഭിഷേകം ചെയ്യുകയാണ്. ആ അരി നേർച്ചയുടെ ശരികളാണിതൊക്കെ. ഇവിടെ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നാനാ തരത്തിലുള്ള ഭാഗ്യങ്ങൾ ധാരാളം ജനങ്ങൾക്ക്, പതിനായിരങ്ങൾക്ക് കൈവന്നിട്ടുണ്ട് എന്ന് അവരുടെ അനുഭവ സാക്ഷ്യത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഈ തത്സമയ സംപ്രേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ആ ആത്മീയമായ സുഖാനുഭവങ്ങളുടെ, ഭൗതികമായ നേട്ടങ്ങളുടെ പ്രത്യക്ഷമായ പ്രകടനമാണ് പ്രിയ സഹോദരങ്ങളെ ഈ അരിനേർച്ചയുടെ, ചെമ്പൻമൂട്ടിലെ ഈ അരിനേർച്ചയുടെ ദൃശ്യങ്ങളിൽ നിന്നും നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒരുമയുടെയും എല്ലാം കാഹളമൂതിക്കൊണ്ട്, ചന്ദനഗന്ധം സമ്മാനിച്ചുകൊണ്ട് ഇവിടെ ആത്മീയതയുടെ അമൃതത്ത്, ആത്മീയതയുടെ അന്നം സർവ്വജനതയ്ക്കും സമ്മാനിച്ചുകൊണ്ട് ഇതാ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഐശ്വര്യം നൽകിക്കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ചന്ദനപ്പള്ളി വലിയ പള്ളിയുടെ അതിമനോഹരമായ ദൃശ്യം നാം കാണുമ്പോൾ ഈ ദൃശ്യം എന്നും നമ്മുടെ മനസ്സിലും മസ്തിഷ്കത്തിലും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ചന്ദനപ്പള്ളി അങ്കണത്തിൽ നിന്നും ACVക്ക് വേണ്ടി രാജേഷ് കെ പുതുമന. തുടർന്നുള്ള ദൃശ്യങ്ങൾ ഈ ചെമ്പെടുപ്പ് റാസയുടെ ഇതിനെ തുടർന്നുള്ള ദൃശ്യങ്ങൾ താമസം വിനാ തന്നെ ഞങ്ങൾ നിങ്ങൾക്കായി സമ്മാനിക്കുന്നതാണ്. www.asianetindia.com കൂടി ലോകത്തെമ്പാടുമുള്ള സഹോദരങ്ങൾ, ലക്ഷക്കണക്കിന് സഹോദരങ്ങൾ ഈ ആത്മീയതയുടെ ദൃശ്യവിരുന്ന് അറിഞ്ഞ് ആദരിച്ച് ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളത് ഇത് എല്ലാവിധമായ ചാരുതയോടും കൂടി, ആത്മീയമായ എല്ലാവിധമായ ഭംഗിമയോടും കൂടി നിങ്ങളിൽ എത്തിക്കുന്നതിനുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വത്തെ വർദ്ധിപ്പിക്കുകയാണ്. ഈ ചെമ്പെടുപ്പ് റാസയുടെ തുടർന്നുള്ള ദൃശ്യങ്ങൾ ഒട്ടും താമസിക്കാതെ തന്നെ പ്രിയ വിശ്വാസികളെ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുമെന്ന് ദൈവനാമത്തിൽ ഉറപ്പ് നൽകുകയാണ്. ശ്വേതാശ്വാരൂഢിനം സർപ്പനാശിനം ചന്ദനപ്പള്ളിവാസിനം ഭജതേ രക്ഷിതാരം ഭജതേ രക്ഷിതാരം. സമൂഹത്തിൽ ഏറ്റവും അധികം കഷ്ടത അനുഭവിക്കുന്ന നിർധനരായ ക്യാൻസർ രോഗികൾക്ക് ആശ്വാസം പകരുക എന്ന ലക്ഷ്യത്തോടുകൂടി ചന്ദനപ്പള്ളി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സാൻ ജോർജിയൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനും നിരാലംബരുടെ ആശ്രയവുമായ ചന്ദനപ്പള്ളി പുണ്യവാന്റെ കൃപാകടാക്ഷ്യങ്ങൾ ആവോളം വർണ്ണിച്ചുകൊണ്ട് ഈ ഗാനോപകാരം നിങ്ങൾക്കായി സമർപ്പിക്കും. ഇത് ആസ്വാദക ഹൃദയങ്ങളിൽ വിശുദ്ധൻ്റെ ത്യാഗത്തിൻ്റെയും
കാത്തവനെന്നും പാപത്തിൻ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും ആരിൽ തന്നമ്പിനു തുല്യമില്ലൊന്നും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുവരസുതനെ ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. ആയിരം നാവുകളാലും 10,000 വാക്കുകളാലും ആയിരം നാവുകളാലും 10,000 വാക്കുകളാലും ആ ദിവ്യ സ്നേഹമവർണ്യമാരാലും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുവരസുതനെ ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. നിത്യത തന്നിൽ ഞാനെത്തും നിന്റെ ദിവ്യപാദങ്ങൾ ഞാൻ മുത്തും. നിത്യത തന്നിൽ ഞാനെത്തും നിന്റെ ദിവ്യപാദങ്ങൾ ഞാൻ മുത്തും. ഭക്തിയാൽ ആനന്ദ സംഗീതം മീട്ടി ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുവരസുതനെ ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുവരസുതനെ ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. ഓസ്ലേം നാഥനായി ഇന്ന് ഓശാന പാടുന്നു. കുറവെല്ലാം മറന്നെന്നിൽ നീ എന്നെന്നും വരമായി തെളിഞ്ഞിടണേ. ഓസ്ലേം നാഥനായി ഇന്ന് ഓശാന പാടുന്നു. കുറവെല്ലാം മറന്നെന്നിൽ നീ എന്നെന്നും വരമായി തെളിഞ്ഞിടണേ. ജ്ഞാനത്തിൻ നിറമാരി ആത്മാവിലേകു ജീവിതം സഫലമാകാൻ. ജ്ഞാനത്തിൻ നിറമാരി ആത്മാവിലേകു ജീവിതം സഫലമാകാൻ. ജീവനും മാർഗവും നിന്നിലാണെന്ന് ഓർത്തു ഞാൻ നീങ്ങിടും നിൻ ദിവ്യപാതേ. ഈശോ നീ വരണേ എന്നാത്മവിശുദ്ധി നീ നൽകിടണേ. ഓസ്ലേം നാഥനായി ഇന്ന് ഓശാന പാടുന്നു. കുറവെല്ലാം മറന്നെന്നിൽ നീ എന്നെന്നും വരമായി തെളിഞ്ഞിടണേ.
കാരുണ്യ കൈവിരൽ നീട്ടി നീ എൻ്റെ കണ്ണുനീർ മായ്ച്ചിടണേ. കാരുണ്യ കൈവിരൽ നീട്ടി നീ എൻ്റെ കണ്ണുനീർ മായ്ച്ചിടണേ. ഭാരവും പേറി ഞാൻ തളർന്നിടുമ്പോൾ സ്നേഹമാം സാന്ത്വനം നൽകിടണേ. നാഥ ആത്മാവിനെ എന്നും എനിക്കേകണേ നീ സ്നേഹമാ. ഓർശ്ലേം നാഥനായിന്ന് ഓശാന പാടുന്നു. കുറവെല്ലാം മറന്നെന്നിൽ നീ എന്നെന്നും പരമായി തെളിഞ്ഞിടണേ. ഓർശ്ലേം നാഥനായിന്ന് ഓശാന പാടുന്നു. കുറവെല്ലാം മറന്നെന്നിൽ നീ എന്നെന്നും പരമായി തെളിഞ്ഞിടണേ. ദൈവമേ ഞാൻ നിന്റെ മുമ്പിൽ മനമുയർത്തി പാടിടുന്നു. അങ്ങനെക്കായി കരുതി വെച്ച കൃപകളെ ഞാൻ എണ്ണിടുന്നു. അനുദിനം നിൻ കൈകളെന്നെ കഴുകിടും സ്നേഹമോർത്ത മനം നിറയും സ്തുതി സ്തോത്രം പാടിയെന്നും പാട്ടിടും ഞാൻ. വഴികളിൽ ഞാൻ ഇടയനില്ലാതലഞ്ഞ നാളിൽ പേരു ചൊല്ലി തേടി വന്നു മാറി എന്നെ ചേർത്ത സ്നേഹം. ദൈവമേ ഞാൻ നിന്റെ മുമ്പിൽ മനമുയർത്തി പാടിടുന്നു. അങ്ങനെക്കായി കരുതി വച്ച കൃപകളെ ഞാൻ എണ്ണിടുന്നു. ദൈവസ്നേഹം രുചിച്ചറിഞ്ഞു ധന്യമായി എന്റെ ജന്മം. ദൈവമേ ഞാൻ നിന്റെ മുമ്പിൽ മനമുയർത്തി പാടിടുന്നു. അങ്ങനെക്കായി കരുതി വെച്ച കൃപകളെ ഞാൻ എണ്ണിടുന്നു. അനുദിനം നിൻ കൈകളെന്നെ കഴുകിടും സ്നേഹമൂർത്ത മനം നിറയും സ്തുതി സ്തോത്രം പാടിയെന്നും വാഴ്ത്തിടും ഞാൻ.
ലഭിച്ചിടുവാനായി കുഞ്ഞാടായി നീ മാറണം. ഇടയന്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം. ഇടയന്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം. ചെന്നായി വരുന്നത് കാണുന്ന നേരം ഓടിപ്പോകില്ലെങ്ങും നിന്നിടയൻ. ചെന്നായി വരുന്നത് കാണുന്ന നേരം ഓടിപ്പോകില്ലെങ്ങും നിന്നിടയൻ. ജീവൻ ചൊരിഞ്ഞും പ്രാണൻ വെടിഞ്ഞും നിന്നെ കാത്തിടും നല്ലിടയൻ. നിന്നെ കാത്തിടും നല്ലിടയൻ. ഇടയന്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം. ഇടയന്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം. പാപമുറിവുകൾ പേറും മനവുമായി കൂട്ടം പിരിഞ്ഞേകനായിടുമ്പോൾ. പാപമുറിവുകൾ പേറും മനവുമായി കൂട്ടം പിരിഞ്ഞേകനായിടുമ്പോൾ. കൂട്ടം മറന്നെത്തും ഞാൻ നിന്റെ ചാരെ സ്നേഹം പകർന്നെന്റെ സൗഖ്യം തരാം. മാറിൽ ചേർന്നെന്റെ സ്വന്തമാക്കാൻ ഇടയന്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം. ഇടയന്റെ സ്നേഹം നുകർന്നി